ഫുക്രിയിലേക്ക് സ്വാഗതം. കേപ്പ് വെർദെ ലോകകപ്പിൻ്റെ നോക്കൗട്ടിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ന് നടന്ന മത്സരത്തിൽ സൗദി അറേബ്യയുമായുള്ള മത്സരം സമനിലയിൽ അവസാനിച്ചു. ഒപ്പം തന്നെ ഗ്രൂപ്പിലെ മറ്റൊരു മത്സരമായ സ്പെയിൻ ഉറുഗ്വ മത്സരത്തിൽ സ്പെയിൻ വിജയിക്കുകയും ചെയ്തു. ഇതോടെ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരായാണ് കേപ്പ് വെർദെ നോക്കൗട്ടിലേക്ക് കടന്നിരിക്കുന്നത്. കേപ്പ് വെർദെ കളിച്ച 3 കളികളും സമനിലയിൽ അവസാനിക്കുകയായിരുന്നു. 3 പോയിന്റ് നേടിയ അവർ സ്പെയിൻ ഒന്നാം സ്ഥാനത്ത് 7 പോയിന്റുമായി, 3 പോയിന്റുമായി കേപ്പ് വെർദെ രണ്ടാം സ്ഥാനത്ത്. ശക്തരായ ഉറുഗ്വ വെറും 2 പോയിന്റുമായി 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. എന്തായാലും അതിഗംഭീരമായ ഒരു റിസൾട്ട് എന്ന് തന്നെ പറയണം. കേപ്പ് വെർദെയെ സംബന്ധിച്ചിടത്തോളം അവർ ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിച്ച 3 കളികളും സമനിലയിലാക്കിയിരുന്നു. വമ്പന്മാരായ സ്പെയിനെയും ഉറുഗ്വയെ അവർ സമനിലയിൽ തളച്ചിരുന്നു. സ്പെയിനെ ഗോൾ രഹിത സമനിലയിലും ഉറുഗ്വയെ 2-2 എന്ന സമനിലയിലുമാണ് കേപ്പ് വെർദെ തളച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ സൗദി അറേബ്യക്കെതിരെയും ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചപ്പോൾ 3 പോയിന്റുമായി നോക്കൗട്ടിലേക്ക് കടന്നിരിക്കുന്നു. ആദ്യമായി ലോകകപ്പ് കളിക്കുന്ന കേപ്പ് വെർദെയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു റിസൾട്ടാണ്. പ്രത്യേകിച്ചും സ്പെയിൻ ഉറുഗ്വ 2 ശക്തരായ ടീമുള്ള ഗ്രൂപ്പിൽ നിന്ന് അവർ നോക്കൗട്ടിലേക്ക് കടക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. സൗദി അറേബ്യയുമായുള്ള മത്സരത്തിൽ കേപ്പ് വെർദെ തീർച്ചയായിട്ടും നന്നായി ആക്രമിക്കുകയും നന്നായി പ്രതിരോധിക്കുകയും ചെയ്തു. സൗദി അറേബ്യയെ ഗോളടിക്കാൻ വിട്ടില്ല. അതേസമയം സൗദി അറേബ്യക്കെതിരെ അവർക്ക് ഗോളടിക്കാനും കഴിഞ്ഞില്ല. ഇരു ടീമുകളും തുല്യശക്തികൾ എന്ന നിലയിൽ തന്നെയാണ് കളിച്ചത്. തുല്യശക്തികളായി തന്നെയാണ് കളിച്ചത്. ഇരു ടീമുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ നടത്തിയെങ്കിലും ഗോളടിക്കാനായില്ല. അതേസമയം നന്നായി ഇരു ടീമുകളും പ്രതിരോധിച്ച് നിൽക്കുകയും ചെയ്തു. എന്തു തന്നെയായാലും കേപ്പ് വെർദെ ലോകകപ്പിൻ്റെ നോക്കൗട്ടിൽ എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം.